നമസ്കാരം. നമ്മളെല്ലാവരും നന്നായിട്ട് നമ്മുടെ ലിപ്സ് കെയർ ചെയ്യുന്നവരാണ് അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലിപ് കെയറിങ്ങിന് വേണ്ടി നമ്മൾ പുറത്തു നിന്നൊരു ലിപ് ബാം ചൂസ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ ലിപ്സ് നമുക്ക് ലിപ് ബാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ നമുക്കൊരു ലിപ്പിന് പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് പുറത്തു നിന്നുള്ള സൺ റേസിനെ പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ പുറത്തു നിന്നുള്ള ഡസ്റ്റും ഒക്കെ പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ലിപ്പിൻ്റെ ടെക്സ്ചറും നമ്മുടെ ആ ഒരു ടോണും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നവർ. എല്ലാവരും അല്ല, ചിലർ. മറ്റു ചിലർക്ക് പിഗ്മെന്റേഷൻ ഇഷ്യൂസ് ഉണ്ടാവും, പിന്നെ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും, ക്രാക്ഡ് ലിപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രൈ ലിപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ്, ഇൻഫ്ലമേഷൻ, അതായത് ലിപ്പിന്റെ വെർമിലിയോൺ ബോർഡറിലൊക്കെ ഒരു കിലൈറ്റിസ് പോലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടിട്ടായിരിക്കും മറ്റു ചിലർ ലിപ് ബാം ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് നമുക്ക് ലിപ് ബാം ചൂസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വെൽ അവെയർ ആയിരിക്കണം. ഇപ്പോൾ ഒരു ലിപ് ബാം പുറത്തുനിന്ന് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നോർമൽ ആയിട്ടുള്ളൊരു ലിപ്പാണ് എങ്കിൽ നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലിപ് ബാമിൻ്റെ ബേസ് ആയിട്ടുള്ള ബി വാക്സ് ചൂസ് ചെയ്യുക. അതൊരു ആനിമൽ പ്രൊഡക്റ്റാണ്. ബി വാക്സ് ചൂസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ എഫക്റ്റീവ് ബെസ്റ്റ് ആയിട്ടുള്ള ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ജോജോബ ഓയിൽ. ജോജോബ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബോ ആയിട്ടുള്ള ഒരുപാട് മിമിക് ചെയ്യുന്നതുകൊണ്ടും അത് നോൺ ഗ്രീസി ആയതുകൊണ്ട് ലൈറ്റ് ആയതുകൊണ്ടും മറ്റുള്ള ഇൻഗ്രീഡിയൻസുമായിട്ട് ഈസിലി ബ്ലെൻഡ് ആകുന്നതുകൊണ്ടും അത് ലിപ്സിന് നന്നായിട്ട് ഹൈലി എഫക്റ്റീവ് ആവും. ലിപ് ബാമിൽ ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ജോജോബ ഓയിൽ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലോസി ഫിനിഷിന് ബെറ്റർ ആയിട്ട് വരുന്നത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ ചൂസ് ചെയ്യുക. അപ്പം ബി വാക്സ്, ജോജോബ ഓയിൽ, കാസ്റ്റർ ഓയിൽ. അപ്പം വാക്സുമായി ഓയിൽസുമായി ഇനി ബട്ടറിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഷിയ ബട്ടർ യൂസ് ചെയ്യുക. അത് നമ്മുടെ മോയ്സ്ചർ കണ്ടന്റ് റീറ്റെയിൻ ചെയ്യാൻ വളരെ ബെസ്റ്റാണ്. ഷിയ ബട്ടർ യൂസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അപ്പോൾ ഇത്രയുമെന്ന് പറയുന്നത് നമ്മുടെ ഒരു പുറത്ത് നമ്മുടെ ലിപ്പിനൊരു ബാരിയറാണ്. നമ്മുടെ ലിപ് ടോണിനെ പ്രൊട്ടക്ട് ചെയ്യാനും മോയ്സ്ചർ കണ്ടന്റ് റീറ്റെയിൻ ചെയ്ത് ഡ്രൈനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇതിനപ്പുറത്തുള്ള പിഗ്മെന്റേഷൻ ഇഷ്യൂ, ഭയങ്കരമായിട്ടും ഡ്രൈ ആയിട്ട് ക്രാക്ഡ് ആവുന്നു ലിപ്സ്, തൊലിയൊക്കെ പോയിട്ട് പ്രോബ്ലം ഉണ്ടാവുന്നു, പിന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു ചുറ്റും, അങ്ങനെ ലിപ്സിന് അങ്ങനെയുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ടുള്ള കോമ്പണൻസ് കൂടെ ആഡ് ചെയ്ത ലിപ് ബാം ചൂസ് ചെയ്താൽ മാത്രമേ അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആകത്തുള്ളൂ. അപ്പം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പുറത്തു നിന്നുള്ള UV റേസ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ട് ഡ്രൈ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഹൈലി വാസ്കുലർ ആണ്, ഭയങ്കര തിന്നായിട്ടുള്ള എപ്പിഡേർമൽ ലെയർ ആണ് ഉള്ളത്. അപ്പോൾ ഹൈലി വാസ്കുലർ ആയതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ മിനിമൽ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഉണ്ടാവാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഡീപ്പ് പിഗ്മെന്റേഷൻ നമ്മുടെ ലിപ്സിനുണ്ടെങ്കിൽ നമ്മൾ ലിക്വറൈസ് എക്സ്ട്രാക്റ്റ് ഉള്ളത് നമ്മൾ ഓപ്റ്റ് ചെയ്യുക. പിന്നീട് നമുക്ക് എന്താ പറയുക, ഡ്രൈനെസ് ഒക്കെയാണ് ഇഷ്യൂ ഉണ്ട്, ഭയങ്കര വിഷയങ്ങളുണ്ട് എങ്കിലും മോയ്സ്ചർ കണ്ടന്റ് റിറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ക്രാക്സ് ഒക്കെ ഉണ്ടെങ്കിലും വൈറ്റമിൻ ഇ പോലുള്ള ആൻറ്റി ഓക്സിഡൻസ് യൂസ് ചെയ്യുന്നതും വളരെ ബെറ്ററാണ്. പിന്നീട് നമുക്ക് ക്രാക്സ് നന്നായിട്ടുണ്ട് ചുണ്ടിൽ, അത് ഹീലാകാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എപ്പോഴും പാന്തനോളൊക്കെയുള്ള പ്രോ വൈറ്റമിൻ B5 അത് പിന്നീട് അത് നമ്മൾ അങ്ങനത്തെ ചൂസ് ചെയ്യുക. പാന്തനോളുള്ള ലിപ് ബാം ചൂസ് ചെയ്യുക. അപ്പോൾ അത് പിന്നീട് അത് പാൻറ്റോത്തനിക് ആസിഡൊക്കെ കൺവേർട്ട് ചെയ്ത് ഈസി ആയിട്ട് നമ്മുടെ ലിപ്സിന്റെ ക്രാക്സ് മാറ്റാൻ സഹായിക്കുന്നവയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും കൂടെ ഉള്ളത് ചൂസ് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള ഇഷ്യൂസ്, പിഗ്മെന്റേഷൻ, ക്രാക്സ്, ഇൻഫ്ലമേഷൻ പോലുള്ള ഇഷ്യൂസ് മാറത്തുള്ളൂ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ, ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ലിപ്സ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളതാണ്. ഇപ്പം ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുന്നതും ലിപ് ബാമിൽ ഫ്ലേവർ യൂസ് ചെയ്യുന്നതും ഈസി ലിപ്സിൽ അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഷിയ ബട്ടർ മാറ്റിയിട്ട് മാംഗോ ബട്ടർ ഉള്ളത് ചൂസ് ചെയ്യുന്നത് വളരെ ബെറ്ററാണ്. അത് ലെസ് അലർജിക്കാണ് കമ്പയർഡ് ടു ഷിയ ബട്ടർ. അപ്പം പിന്നെ വേഗൻ ആൾക്കാരാണെങ്കിൽ, വേഗൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ബി വാക്സിന് പകരം കാൻഡില്ല വാക്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ ഹൈലി സെൻസിറ്റീവ് ടു സൺലൈറ്റിനോട് ഭയങ്കര സെൻസിറ്റീവാണ്, ഭയങ്കര വിഷയമാണ് എങ്കിൽ നമുക്ക് നോൺ നാനോ സിങ്ക് ഓക്സൈഡും കൂടെ നമുക്ക് ചേർക്കുന്നതിലൂടെ നമുക്ക് ഒരു സ്കിന്നിനൊരു UV റേസിൽ നിന്ന് പ്രൊട്ടക്ഷനും ആകും.